ഹൊർമൂസിൽ വെടിയേറ്റ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. കപ്പലിലെ ജോലിക്കാരനായിരുന്നു. അപ്പോൾ ആരാണ് വെടിവെച്ചതെന്നോ അമേരിക്കയാണോ അതോ ഇറാനാണോ എന്ന് വ്യക്തമല്ല. അതിനെപ്പറ്റി മരിച്ചയാളുടെ പേരും വ്യക്തമല്ല, കിട്ടിയിട്ടില്ല. എങ്ങനെയായിരുന്നാലും ഈ ഹൊർമൂസിലെ സംഭവങ്ങൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്കും ഒരു ധാരണയില്ല കൃത്യമായിട്ട്. അമേരിക്ക ആക്രമിക്കുന്നു, ഇറാൻ ആക്രമിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു. അതേസമയം തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ടെന്നാണ് പ്രസിഡന്റ് പറയുകയും ചെയ്യുന്നത്. കരാറ് ഒപ്പിടാറായിരിക്കുന്നു. പിന്നെ കരാറിനെപ്പറ്റി ഈ വിശദമായ ചർച്ചകളൊക്കെ നടക്കുന്നത് ഏകദേശം ഒപ്പിടാവുന്ന ആ ലെവലിൽ വന്നിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയും സംഘർഷത്തിനോ അല്ലെങ്കിൽ ഈ മറ്റ് കുഴപ്പങ്ങൾക്കോ ഒന്നും ഒരു കുറവുമില്ല. ലോകവ്യാപകമായിട്ട് സാമ്പത്തിക രംഗത്തെ പിടിച്ചുലയ്ക്കുകയും ഈ എണ്ണവില കൂടിയതുകൊണ്ടാണ് പ്രധാനമായിട്ടും. അപ്പോൾ ഇതെല്ലാം വന്ന് ലോകം മൊത്തം ഒരു നിശ്ചലാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ യുദ്ധത്തിനൊരു അറുതിയോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ ഉണ്ടാവുന്നില്ല. ഇപ്പം നമ്മൾ നാടൻ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ പാമ്പിനെ ഒന്ന് തല്ലിയിട്ട് പിന്നെ പോകാൻ അനുവദിക്കുന്ന പോലെയാണ് സ്ഥിതി. അപ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ പാമ്പിൻ്റെ ശൗര്യം കൂടും, അതിന് വാശി കൂടും. അത് പിന്നെ ഈ അതിശക്തമായിട്ട് തിരിച്ചടിക്കാനായിട്ട് ശ്രമിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇറാനും. അവരുടെ ചുരുക്കം ചില കാര്യങ്ങളിലൊക്കെ ചിലവർ തട്ടുകൊടുത്തു എന്നല്ലാതെ അത് ഇറാനെ അങ്ങോട്ട് കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. അതിപ്പം കാര്യമായിട്ട് ബാധിക്കുന്ന രീതിയിൽ തട്ടുകൊടുക്കാൻ അമേരിക്കയ്ക്ക് കഴിവില്ലാഴികയില്ല. പക്ഷേ ഇത് പിന്നെ അതൊക്കെ വ്യാപകമായിട്ട് ആൾനാശവും ഒക്കെ ഉണ്ടാവുന്നത് മനുഷ്യരാശിക്കെതിരായ ഒരു കുറ്റകൃത്യമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ അമേരിക്ക ബുദ്ധിപൂർവവും ബോധപൂർവവുമാണ് പെരുമാറുന്നത്. അങ്ങനെ ആയിരിക്കണമല്ലോ പെരുമാറേണ്ടതും. കാരണം അപ്പുറത്ത് ഡീൽ ചെയ്യുന്നത് മനുഷ്യരാണ്, കൊല്ലപ്പെടുന്നത് ഇറാൻകാരല്ല, മനുഷ്യരാണ് പിന്നെ മരിക്കുന്നതും കൊല്ലപ്പെടുന്നതും. അപ്പോൾ ഇങ്ങനെയും പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് വേണ്ടത്. അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷേ തീർച്ചയായും തീരുമാനമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ആശങ്കപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഈ പിന്നെ ഗ്യാസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും അതുപോലെ തന്നെ ഗ്രോസറി കടയിൽ ചെല്ലുമ്പോഴും ഒക്കെ വിലകൾ കൂടുന്നു. പ്രശ്നങ്ങൾ എല്ലാവരെയും ബാധിക്കുന്നു, ആഗോളതലത്തിൽ ബാധിക്കുന്നു. എന്നാൽ ഒരു പരിഹാരം ഒട്ടുണ്ടാവുന്നുമില്ല. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം. ചർച്ചകളൊക്കെ നടക്കുന്നുവെന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ തീരുമാനം എന്തായി, തീരുമാനം എവിടം വരെ എത്തി എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. പിന്നെ ഇറാൻ ഇപ്പം തന്നെ വീണ്ടും UAE പിന്നെ ആക്രമിച്ചിട്ടുണ്ട്. അവിടെ 3 പേർക്ക് വീണ്ടും പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇറാൻ്റെ പിന്നെ രണ്ട് പോർട്ടുകളിൽ 2 തുറമുഖങ്ങളിൽ കഴിഞ്ഞ ദിവസം അമേരിക്ക ആക്രമിച്ചു. പിന്നീടുള്ള ആക്രമണത്തെപ്പറ്റി നമുക്ക് കൃത്യമായ വിവരങ്ങളില്ല. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചും ഒക്കെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്രമണമൊന്നും വലിയൊരു സംഭവമല്ല എന്നുള്ള രീതിയിലാണ് പ്രസിഡന്റ് പറഞ്ഞത്. ഇതൊരു പിന്നെ ഒരു ലവ് ടാപ്പ് എന്താണെന്ന് മനസ്സിലായില്ല, എന്നുള്ള രീതിയിൽ പ്രസിഡന്റ് പറയുകയും ചെയ്തു. എങ്ങനെയായിരുന്നാലും ഈ വഷളൻ പ്രശ്നം ഒന്ന് തീർന്നു കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യരാശിക്ക് മൊത്തം വേണ്ട ഒരു കാര്യം. ഇത് തീർന്നാൽ മനുഷ്യരാശി രക്ഷപ്പെടൂ എന്നുള്ളൊരു സ്ഥിതി വന്നിരിക്കുന്നു. അപ്പോൾ മറ്റാരും തന്നെ ഇതിൽ ഇടപെടുന്നില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പാശ്ചാത്യ രാജ്യങ്ങളോ ഈ യൂറോപ്യൻ രാജ്യങ്ങളോ ചൈനയോ റഷ്യയോ ഒക്കെ അഭിപ്രായം പറയുന്നതല്ലാതെ ആരും കാര്യമായിട്ട് ഇടപെടുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഹൊർമൂസ് ഇവരെല്ലാം ബാധിക്കുന്നതാണ്. അപ്പോൾ അത് തുറക്കുക എന്നുള്ളതും അത് സ്വതന്ത്രമായിട്ടിരിക്കുക എന്നുള്ളതും ഇവരുടെ എല്ലാം ആവശ്യമാണ്. അപ്പോൾ ഇറാൻ അത് കൈയടക്കി വെക്കാനുള്ള ഒരവകാശവും ഇല്ല. ഇപ്പം യുദ്ധത്തിന് വേണ്ടി അത് മുതലെടുക്കാൻ അവർ ശ്രമിക്കുന്നുവെന്ന് മാത്രം, അത് അനുവദിക്കാനുമാവില്ല. അപ്പോൾ എങ്ങനെയായാലും ഈ പ്രശ്നമൊന്നും കെട്ടടങ്ങുന്നില്ല എന്നുള്ള അലോസരമാണ് നമ്മയെല്ലാം പിന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീരും, ഉടനെ തന്നെ തീരും എന്നുള്ളൊരു പ്രതീക്ഷ. കൂടുതൽ ആൾനാശവും കൂടുതൽ നാശനഷ്ടങ്ങളും ഒന്നും ഉണ്ടാകാതെ എല്ലാവർക്കും പിന്നെ വിവേകം ഉദിക്കണം എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്.